ഹലോ എവരിവൺ. വാഴ വാഴ ബിഗിനിങ് മുതൽ എൻഡ് വരെയും നോൺ സ്റ്റോപ്പ് റിലേറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു തുടക്കമൊക്കെ ഒരു നോർമൽ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി സാധാരണ നമ്മ കണ്ടുവന്നിട്ടുള്ള സ്കൂളിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പും അത് കഴിഞ്ഞ് കോളേജിൽ പോയിട്ടുള്ള സെറ്റപ്പും അങ്ങനെയൊക്കെ തന്നെയൊക്കെയാണ് പരിപാടികൾ. തുടക്കമൊന്നും അത്ര വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് പടം വേറൊരു ലെവലിലേക്കാണ് പടം പോയത്. ഒരുപാട് കണക്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ റിലേറ്റബിൾ ആയിട്ടുള്ള. നമ്മളെ വീട്ടുകാരായിട്ട് ഉണ്ടായ പല ഓർമ്മകളാണ് ഇങ്ങനെ കടന്നിങ്ങനെ പോണത്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഡേയ്സിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മ വീട്ടുകാരോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല മെമ്മറീസ് എന്ന് പറഞ്ഞാൽ പല മെമ്മറീസ് ഇതിനകത്ത് ഈക്വലി കാണിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സും പഠിക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഒരുപോലെ ഇതിനകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ എൻഡിങ് എങ്ങനെയായിരിക്കും, തുടക്കം തല്ലപ്പുള്ളിയായിട്ട് നടന്നിട്ട് അവസാനം സക്സസ്ഫുള്ളായി എന്തെങ്കിലുമൊക്കെ ആവണതായിരിക്കും കാണിക്കും. ബട്ട് ഇതിൽ അതിൽ നിന്ന് മാറി ഒരു വേറെ തന്നെ ഒരു ലൈനാണ് പിടിച്ചേക്കണം. ഉള്ളി തട്ടെന്ന് പറയില്ല, അതേപോലെ ഉള്ളി തട്ടുന്ന ഒരു ഭയങ്കര ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു പടം, ഒരു ചെറിയ സിനിമ അങ്ങനെ പറയാം. കാരണം വലിയ സ്റ്റാർസും അങ്ങനെയുള്ള ആൾക്കാരും ചെയ്തിട്ടുള്ള പുതിയ ആൾക്കാരാണെല്ലാം. ഒരുപാട് നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ട്, സാഫ് ബോയ്, പിന്നെ വേറെ എനിക്ക് പേര് അറിയില്ല എന്നുള്ളൂ. പക്ഷെ ഇപ്പം യൂട്യൂബിലും നമ്മൾ റീൽസിലൊക്കെ കണ്ട ഒരുപാട് ടീമുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിള്ളേരാവട്ടെ പാരൻസ് ആവട്ടെ എല്ലാവരും അതെ. നമ്മൾ പറയാൻ പലപ്പോഴും നമ്മൾ പറയാൻ ശ്രമിച്ച അല്ലെങ്കിൽ നമ്മൾ പറയണമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിയ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് എന്തായിരിക്കും ആ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന മാനസികാവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് തെറ്റാണെന്ന അല്ലെങ്കിൽ പഠിച്ചത് കൊണ്ട് മോശമാണെന്ന അങ്ങനെയൊന്നുള്ളതല്ല. പടം കണ്ടിട്ട് ഇനി ആരും പഠിക്കണ്ട അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളതൊന്നുമല്ല. അതൊന്നുമില്ല. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കുന്നത്, എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കാര്യങ്ങൾ. പഠിച്ചവനും ശരി പഠിക്കാത്തവനും ശരി എല്ലാവർക്കും ഉണ്ടല്ല ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലേ ലൈഫ് പോവുള്ളൂ. ആളുകൾ വിചാരിക്കും പഠിച്ച് നല്ല ജോലി കിട്ടി, വീട് വെച്ച് കാർ വാങ്ങി, അല്ലെങ്കിൽ പുറത്തു പോയി സമ്പാദിച്ച ലൈഫ് സക്സസ്ഫുള്ളാണ്. അതാണൊരു നോർമൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു തിയറി, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ളൊരു തിങ്കിങ്. പക്ഷേ അതൊന്നുമല്ല ലൈഫ് അതൊന്നുമല്ല കാര്യങ്ങൾ. ആ ഒരു സംഭവം ചെറിയൊരു ഉദാഹരണത്തോടു കൂടി ഈ പടത്തിൽ കാണിക്കുന്നുമുണ്ട്. ഒരു ആൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് ഉള്ളത്. അല്ലാണ്ട് ഒരാളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസാ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്കൊരാളെ നമ്മൾ അസസ് ചെയ്യരുത്. അതിലൊന്നും ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ വെറുതെ വേസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ ജനറലായിട്ടുള്ള തിങ്കിങ് നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇടയിലും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഉള്ള അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഈ പടത്തിൽ ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഓർമ്മപ്പെടുത്തലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ പടം. അല്ലാണ്ട് ഈ പടത്തിൽ പറഞ്ഞേക്കണ പോലെ തന്നെ നടക്കുന്നൊന്നുമല്ല സംഭവം. അതും അൺപ്രഡിക്റ്റബിളാണ്. ബട്ട് ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കാം. അതിന് പറ്റിയൊരു റിമൈൻഡറാണ് ഈ പടം. അത് പാരൻസും തീർച്ചയായിട്ടും കാണണം. സ്റ്റുഡൻസും പഠിക്കുന്നവരും പഠിക്കാത്തവരും എല്ലാവരും ഈ പടം കണ്ടിരിക്കണം തീർച്ചയായിട്ടും. കാരണം ഓരോരുത്തർക്കുള്ള ലെസൺ ഇതിനകത്തുണ്ട്. ചില സീനുകളിലൊക്കെ ഒരുപാട് കോമഡി ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. ഇരുത്തി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് കണ്ട് വളർന്ന ഒരു കാര്യമാണ് ഡോക്ടറാവണം എഞ്ചിനീയറാവണം. എന്തൊരു കിളിയാണത്. എന്താണ് സംഭവം എന്നുണ്ടാവും. ഈ രണ്ട് പ്രൊഫഷന് മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ, വേറെ ഒന്നും ഇല്ലാത്ത പോലെയാണ്. ആ ഒരു കൺസെപ്റ്റിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. കാനഡയിൽ പോയി പഠിക്കണം, കാനഡയിൽ പോയി ജോലി ചെയ്യണം, അമേരിക്കയിൽ പോയി ജോലി ചെയ്യണം, അമേരിക്കയിൽ പോയി പഠിക്കണം. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ അതും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ഒക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് റിയൽ ലൈഫായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൊമെൻറ്റ്സ് ഉള്ളൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു പടം. അഭിനയിച്ച എല്ലാവർക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എഴുതിയ മച്ചാനിക്ക് ഏറ്റവും വലിയ സല്യൂട്ട്.
ശരിയാണ്, ഇങ്ങനെയുള്ള പടങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസർ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 3-4-5 പേരുണ്ട്. എഴുതിയ മച്ചാനും ഉണ്ട് അതിനകത്ത് ഒരാൾ പ്രൊഡ്യൂസറായിട്ട്. എന്തായാലും പടം വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പടമാണ്. നമ്മളൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ നമ്മളൊക്കെ ചുറ്റുപാട് കണ്ടു വന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോണു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ഒരു സംഭവം വല്ലാത്ത ഒരു ഫീലായിപ്പോയി പടം. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടിനുള്ളൊരു വകുപ്പും കൂടി അവസാനം കാണിച്ചിട്ടാണ് നിർത്തുന്നത്. ഇതിൻ്റെ മുമ്പിലും പുറകിലും ബാക്കിലും സൈഡിലൊക്കെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനത്തെ ഒരു പടത്തിന് അല്ലെങ്കിൽ അത്രയും സൂപ്പറായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നതിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. തിയേറ്ററിൽ പോയി കണ്ട് എന്താണെന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ വീഡിയോക്ക് ആൾക്കാർ കണ്ടുപോകുന്നല്ലാണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓരോ വ്യൂവും ഓരോ കമൻറ്റും ഇങ്ങനെ നോക്കി കണ്ണിലെണ്ണൊഴിച്ച് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ചെറിയൊരു സന്തോഷം, ചെറിയൊരു മനസ്സുഖം കിട്ടും. ലൈക്ക് ചെയ്താൽ കുറച്ചും കൂടി കൂടും. സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ പറയണ്ട, അറിയാലോ. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, എന്നിട്ട് വാഴ കണ്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ടിൽ ദെൻ ബൈ.